Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? കഴിഞ്ഞ ദിവസം ബയോമെഡിക്കൽ വേസ്റ്റിൽ കുറച്ചും കൂടി എടുക്കാനുണ്ട് അല്ലെ? നമുക്ക് ഒരു ചെറിയൊരു സെക്ഷനും കൂടി അല്ലേ? ആരെന്തൊന്നും പറയാത്തെ? ഓക്കെ, എന്താണ് മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ? വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, ബയോമെഡിക്കൽ വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ? അതല്ലേ ആ സെക്ഷനിൽ എടുക്കാനുള്ളൂ, ബാക്കി കഴിഞ്ഞില്ലേ? Yes, miss. ഓക്കെ, ഫസ്റ്റ് ആസ് ഫാർ മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. വേസ്റ്റ് അതായത് ബയോമെഡിക്കൽ, എന്ത് വേസ്റ്റ് ആണ്? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ കുറയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാം അല്ലെ കൂടുതലായിട്ട്. പിന്നെന്താണ്? റീയൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, രണ്ടാമത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് കുറെ കുറയ്ക്കാൻ പറ്റില്ലേ? നോക്കി എന്തൊക്കെയാണെന്ന്. ആസ് ഫാർ ആസ് പോസിബിൾ purchase of reusable items made of glass and metal should be പ്രൊമോട്ടഡ്. എന്താണ്? നമുക്ക് കഴിയാവുന്നിടത്തോളം എന്താണ്? ലോഹം കൊണ്ട്, മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ ആയ സാധനങ്ങൾ എന്താണ്? പുനരുപയോഗിക്കാൻ പറ്റുന്ന നമുക്ക്. രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ എന്താണ്? യൂസ് ചെയ്യുക, ഉപയോഗിക്കുക, അവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? ഗ്ലാസ്സിൽ ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തെന്നാണ് നമുക്ക് അത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് കാണട്ടെ അല്ലെ, അണുവിമുക്തമാക്കിയിട്ട് നമുക്ക് എന്താണ്? രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഗ്ലാസ്സിലുള്ളതോ മെറ്റലിലുള്ളതോ ആയ വസ്തുക്കൾ രണ്ടാമത് പുനരുപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ എന്താണ്? ഉപയോഗിക്കുക. ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ്? നോൺ PVC അല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അതെന്താണ്? അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് PVC പ്ലാസ്റ്റിക് അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുക. അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെനുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള മാനേജ്മെന്റ് ചെയ്യുന്നതിന്, യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും കൊണ്ടുവരിക. ഇപ്പൊ എന്താണ്? ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഒരാൾക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എത്ര വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും? കോട്ടൺ ഉണ്ടായിരിക്കും അല്ലെ, പിന്നെ എന്താണ്? സിറിഞ്ച് ഉണ്ടായിരിക്കും, അതിന്റെ എന്താണ് അങ്ങനെയുള്ള പിന്നെ ആ മെഡിസിൻ എടുത്ത ആ കുപ്പി ഉണ്ടായിരിക്കും അല്ലെ, ആ ബോട്ടിൽ ഉണ്ടായിരിക്കും. അച്ചട്ടായും എത്ര വേസ്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അപ്പൊ എന്താ? ആ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. എന്താണ്? പഞ്ഞി എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കുക. ബോട്ടിൽ എവിടെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഏത് ബാഗിലാണോ സൂക്ഷിക്കേണ്ടത്, അങ്ങനെയുള്ള നടപടിക്രമങ്ങളും നയങ്ങളും രൂപീകരിച്ചിട്ടുണ്ടായിരിക്കുക. എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സ്. എന്താണ്? പ്ലാസ്റ്റിക്കുകൾ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത്
ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട അംഗീകൃത ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സിനായിട്ടുള്ള എന്താണ് ഒരു ബന്ധം, ഫലപ്രദമായ ഒരു റിലേഷനും, പിന്നെ എന്താണ് നല്ല രീതിയിൽ റീസൈക്കിൾ ചെയ്ത് കാണിട്ട് എന്താ പുനരുപയോഗം റീയൂസ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ നമ്മ പറഞ്ഞല്ലേ എന്താണ് ജനറൽ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ അല്ലെ എന്താണ് കാർഡ്ബോർഡുകള്, പേപ്പേഴ്സ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റീയൂസ് ചെയ്യാന്നല്ലേ, റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക. അപ്പൊ എന്താ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട എന്താണ് അംഗീകൃത നിർമ്മാതാക്കളുമായി ഒരു റിലേഷൻഷിപ്പും ഒരു ബന്ധവും പിന്നെന്താണ് ഒരു കോണ്ടാക്റ്റും പിന്നെന്താണ് അതെന്താ അവര് പുനരുപയോഗവും ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് റീയൂസ് ചെയ്യുകയും ചെയ്യുക. ഫസ്റ്റ് എന്താണ് പ്ലാസ്റ്റിക് അല്ലാത്ത എന്താണ് ഗ്ലാസ്സിലോ അതല്ലെങ്കിൽ മെറ്റലിലോ ഉള്ള സാധനങ്ങള് വസ്തുക്കള് ഉപയോഗിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക. പിന്നെന്താ PVC അല്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ, PVC പ്ലാസ്റ്റിക് അല്ലാത്ത പ്ലാസ്റ്റിക്കുകള് യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഓരോ വേസ്റ്റുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് മാനേജ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ് ഓരോ പ്ലാസ്റ്റിക് സാധനങ്ങളും അതല്ല ജനറൽ വേസ്റ്റുകളൊക്കെ എന്താണ് രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുമായിട്ടുള്ള എന്താണ് സംഘടനകളുമായിട്ട് എന്താണ് ഒരു കോണ്ടാക്റ്റും ഒരു ബന്ധവും പിന്നെ എന്താണ് രണ്ടാമത് പുനരുപയോഗിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ എന്താ നമ്മ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുമ്പോ എന്താണ് അത്രയും വേസ്റ്റുകൾ കുറഞ്ഞു കിട്ടുകയാണ് അല്ലെ ചെയ്യണത്. നമുക്ക് അത്രയും വേസ്റ്റുകൾ കുറഞ്ഞ് പിന്നെന്താ നമ്മ അത് ആ സാധനം തന്നെ വീണ്ടും റീയൂസ് ചെയ്യാണ്. ഇപ്പൊ ഗ്ലാസ്സിലുള്ള സാധനങ്ങള് നമ്മ എന്താ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് കാണിട്ട് നമ്മ എന്താ വീണ്ടും ഉപയോഗിക്കണം അല്ലെ. അപ്പൊ അതെന്താണ് അത്രയും വേസ്റ്റുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കട്ടെ, ഒരു കുറച്ച് എടുത്തിട്ട് മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നാ മതിയോ? ഇതിന്റെ ലാസ്റ്റ് തന്നാ മതിയോ? ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഏത് ഭാഗമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? നവ്യ പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞതാണോ? നവ്യ ഏത് ഭാഗമാണ് മിസ് പറയണ്ടേ? ഇനി ഇപ്പൊ പറഞ്ഞ ഭാഗം 4th പോയിന്റ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത് റീയൂസ് ചെയ്ത സാധനങ്ങള് എന്താണ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മെറ്റലിലോ അതായത് എന്താണ് മെറ്റലിലോ നിർമ്മിച്ച ലോഹത്തിലോ നിർമ്മിച്ച വസ്തുക്കൾ എന്താണ് യൂസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക, അത് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പൊ എന്താ ഗ്ലാസ്സിലുള്ള സാധനങ്ങളൊക്കെ ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അത് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്തോ അങ്ങനെയുള്ള എന്തെങ്കിലും മെത്തേഡിലൂടെ നമുക്ക് എന്താണ് രണ്ടാമത് റീയൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതെന്താ വേസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലെ. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ് PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് എന്താണ് ഓരോ സാധനങ്ങളും PVC അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾ എന്താണ് ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ എന്താ പ്ലാസ്റ്റിക് PVC പൈപ്പ് അങ്ങനെയുള്ളത് എന്താണ് നമുക്ക് രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റോ? അത് ഡിസ്പോസ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണോ?
PVC പോലുള്ള സാധനങ്ങള് ഡിസ്പോസൽ മെത്തേഡ് ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വേണ്ടിയിട്ട് അതല്ലാത്ത PVC അല്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങള് തിരഞ്ഞെടുക്കുക. പിന്നെ അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെനുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസഡ്. എന്താണ്? ഓരോ വേസ്റ്റുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് മാനേജ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ഒരു പേഷ്യന്റിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അറ്റ് എ ടൈം എത്ര ടൈപ്പ് വേസ്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെ? എന്താണ്? ബോട്ടിൽ ഉണ്ടാവുന്നുണ്ട്, സിറിഞ്ച് ഉണ്ടാവുന്നുണ്ട്, കോട്ടൺ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അറ്റ് എ ടൈം 3-4 വേസ്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതെന്താണ്? അത് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്ന, മാനേജ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സ്. എന്താണ്? പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകൃത, എന്താണ്? ഈ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്ന, അത് പുനരുപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്ന എന്താണ് ഫലപ്രദമായ നയങ്ങളും മികച്ചതുമായ പുനരുപയോഗ നയം ഉണ്ടായിരിക്കണം. എന്താണ്? ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന എന്താണ് നിർമ്മാതാക്കളുമായിട്ട് ഒരു റിലേഷൻ, ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായാൽ എന്താണ് നമുക്ക് വരുന്ന വേസ്റ്റുകളെ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്താണ് റീസൈക്കിൾ ചെയ്ത് നമുക്കും അതെന്താണ് വീണ്ടും യൂസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ്? വേസ്റ്റുകൾ കുറയ്ക്കുകയാണല്ലേ ചെയ്യുന്നത്? കുറയ്ക്കാണ് ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഐറ്റംസ് തന്നെ അല്ലെ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാക്കി നമുക്ക് വീണ്ടും കിട്ടണം അല്ലെ? അപ്പൊ അത് വേസ്റ്റ് കുറയ്ക്കാണോ? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോ, റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുമ്പോ വേസ്റ്റ് കുറയ്ക്കാണോ? കുറയ്ക്കാണോ? എന്താണ്? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. കുറയ്ക്കാണ്. അപ്പൊ അതല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെ? വേസ്റ്റുകളെ മിനിമൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങള് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ? പ്ലാസ്റ്റിക്കുകള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകൃത നിർമ്മാതാക്കളുമായി അല്ലെ, ഒരു മാനുഫാക്ചേഴ്സ് നിർമ്മാതാക്കളുമായി ഇങ്ങോട്ട് ഒരു കോണ്ടാക്റ്റും പിന്നെന്താണ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? നവ്യ, ഫസ്റ്റ് എന്താണ്? ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മെറ്റലിലോ നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിക്കുക. PVC അല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കളെ തിരഞ്ഞെടുക്കുക. പിന്നെ ഓരോ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് മാനേജ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും എന്താണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഹോസ്പിറ്റലുകളിലും രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക്കുകൾ അതെന്താണ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകൃത നിർമ്മാതാക്കളുമായിട്ട് ഒരു കോണ്ടാക്റ്റും പിന്നെ എന്താണ് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അന്ന് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, എഴുതിക്കോട്ടാ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. First question, any waste, first question, any waste containing infective, okay.
any waste പറഞ്ഞോട്ടെ any waste containing infective any waste containing infective or potentially infectious materials are called എന്താണ് പറയുന്നത് അങ്ങനെയുള്ള വേസ്റ്റുകളെ any waste containing infective or potentially infectious materials are called എന്താ പറയുന്നത് ഇൻഫെക്ഷൻസ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിന് പറയുന്നത് എന്താണ് എന്ത് വേസ്റ്റ് എന്നാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓക്കെ വെരി ഗുഡ് ബിൻഷ biomedical waste okay any waste containing infective or potentially infectious materials are called biomedical waste okay next one next കിട്ടിയോ എല്ലാവർക്കും ഓക്കെ നെക്സ്റ്റ് WHO സ്റ്റാൻഡ്സ് ഫോർ WHO സ്റ്റാൻഡ് എപ്പോഴും കേൾക്കുന്നതാണ് WHO എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓക്കെ ഗുഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓക്കെ next discarded medicine and cytotoxic drugs are included okay question complete ആവുന്നതിന് മുമ്പ് തന്നെ ബിൻഷ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഗുഡ് ബിൻഷ included toxic drugs are included in which category കാറ്റഗറി നമ്പർ എത്രയാണ് ഡിസ്കാർഡഡ് മെഡിസിൻസും സൈറ്റോടോക്സിക് 5 അല്ലേ കാറ്റഗറി നമ്പർ 5 ഓക്കെ ഗുഡ് discarded medicine and cytotoxic drugs are included in which category? Category number 5. Next, category number 10 included category number 10 included which type of waste? ഏത് തരം വേസ്റ്റ് ആണ് കാറ്റഗറി ഓക്കെ ഷാഹിറ പറഞ്ഞു അല്ലേ ഓക്കെ ഗുഡ് എന്താണ് കെമിക്കൽ വേസ്റ്റ് ഓക്കെ എന്താണ് കെമിക്കൽ വേസ്റ്റ് കാറ്റഗറി നമ്പർ 10 included which type of waste ഏതാണ് കെമിക്കൽ വേസ്റ്റ് which color bag contain solid waste
Which color bag contains solid waste? Okay, good. Okay. Red plastic bag, red color bag, okay, good. മനസ്സിലായോ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന്? ബയോമെഡിക്കൽ വേസ്റ്റ് ഇല്ല. Next question. Biomedical waste management rule released by. Biomedical waste management rules released by. എന്താണ്? 2016. Okay, good. 2016. Okay. Okay. Biomedical waste management rules released by 2016. Okay. Next question. Which method is simple question ആണ്. Which method is useful for treating pharmaceuticals and for incineration ashes? Incineration ashes having high metal content. Okay. Which method is useful for which method is useful for treating pharmaceuticals and incineration ashes? Incineration ashes having high metal content. Having high metal content. Having high metal content. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫാർമസ്യൂട്ടിക്കൽ നമ്മുടെ മെഡിസിനുള്ള വേസ്റ്റുകളും പിന്നെന്താണ് ഇൻസിനറേഷൻ ആക്ഷൻസ് ഒക്കെ കൂടിക്കാട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ഒരു ഡിസ്പോസൽ മെത്തേഡ് സിമന്റുമായോ മുനിസിപ്പൽ ലാൻഡ്ഫിൽ അല്ല അല്ലാണ്ട് പറഞ്ഞില്ലേ മിസ് എന്താണ് സിമന്റുമായോ അതല്ലെങ്കിൽ കുമ്മായമായോ അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറുമായിട്ടോ മിക്സ് ചെയ്തിട്ട് ഇൻഎർട്ടൈസേഷൻ അതിലല്ലേ പറഞ്ഞ ഹൈ മെറ്റൽ കണ്ടന്റ് ഉള്ള ഇൻസിനറേഷൻ ആഷസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ? ഹൈ മെറ്റൽ കണ്ടന്റില് കൂടുതൽ അളവിലുള്ള മെറ്റൽ അടങ്ങിയിരിക്കുന്ന ചാരങ്ങളില് ഇൻസിനറേഷൻ ആഷസും പിന്നെന്താണ് ഫാർമസ് മെഡിസിൻസിന്റെ പൊടികളൊക്കെ എന്താണ് സിമന്റുമായോ കുമ്മായുമായോ കൂടി കലർത്തിങ്ങാണിട്ട് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ ഇൻഎർട്ടൈസേഷൻ. ഓർമ്മ ഇൻഎർട്ടൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ് dash tons of biomedical waste arise at the image planned daily. Dash tons of BMW dash tons of BMW arrives at the image planned daily.
എത്ര ടൺസ് ആണ്? 55.8 ടൺസ് അല്ലേ? 55.8 ടൺസ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആണോ? ഡാഷ് ടൺസ് ഓഫ് biomedical waste arise at the image plant daily. എത്ര ടൺസ് ആണ്? 55.8 ടൺസ്. നമ്മ പറഞ്ഞില്ലേ ഇമേജ് പ്ലാന്റില് ഡെയിലി എത്രയാണ്? 55.8 ടൺ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, where is image started? എവിടെയാണ്? where is image started? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? സിമ്പിൾ അല്ലേ? എവിടെയാണ് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത്? പാലക്കാട്. ഓക്കെ. പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? പാലക്കാടുള്ള ഇല്ല, ആരുമില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash disposal method is based on the principles of dash disposal method is based on the principles of generation of high frequency waves. Dash disposal method is based on the principles of generation of high frequency waves. ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ്? കൂടുതൽ തീവ്രതയുള്ള തരംഗങ്ങളെ പുറപ്പെടുവിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നത് മൈക്രോവേവ് റേഡിയേഷൻ. മൈക്രോവേവ് റേഡിയേഷൻ എന്താണ്? ഹൈ ഫ്രീക്വൻസി വേവുകൾ യൂസ് ചെയ്ത് എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ, ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് അണുക്കളെ മൈക്രോവേവ് ഇറേഡിയേഷൻ. ഓക്കെ. നെക്സ്റ്റ്, dash technologies can listen the volume of solid waste to dash technologies can listen the volume of solid waste to 30% of the original volume. Dash technologies can listen the volume of solid waste to 30% of the original volume. ഓർമ്മയുണ്ടോ? മിസ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എന്താണ് വേസ്റ്റുകളിലെ ചവറുകൾ എന്താ ചെയ്ത് കഴിഞ്ഞാലാണ് കത്തിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് എന്താണ് ഒറിജിനൽ വോള്യത്തിന് ഒരു ഇത്തിരി കുറച്ച് മാത്രം വേസ്റ്റ് ഉണ്ടാവുള്ളൂ, ആഷ് ഉണ്ടാവുള്ളൂ.
ആ ടെക്നോളജി എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റില് ഉപയോഗിക്കുന്ന ഡിസ്പോസൽ മെത്തേഡ് ഏതാണ്? എന്താണ്? ഓർമ്മ വന്നില്ലേ? ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ ടെക്നോളജി. എന്താണ്? ഇൻസിനറേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ടോട്ടൽ വോള്യത്തിന്റെ, നമ്മുടെ ഒറിജിനൽ വോള്യത്തിന്റെ എന്താണ് 30% വോള്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിന്റെ ബാക്കി വരുന്ന വേസ്റ്റുകൾ അല്ലെ. ഇൻസിനറേഷൻ ടെക്നോളജി. ഈ ഡിസ്പോസൽ മെത്തേഡ് ഒക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഡാഷ് ടെക്നോളജീസ് can listen തന്നെ കുറയ്ക്കുക. Can listen the volume of solid waste to 30% of the original volume. Can listen the volume of solid waste to 30% of the original volume. 30% of the original volume. Clear ആയോ? ഓക്കെ. എന്താണ് നമ്മളോട് ചോദിക്കാണ്? ഒറിജിനൽ വോള്യത്തിന്റെ ഒരു 30% മാത്രം വേസ്റ്റ് വരുന്നുള്ളൂങ്കിൽ അത് എന്ത് ടെക്നോളജി ആണെന്ന് വെച്ചാൽ എന്താണ്? ഇൻസിനറേഷൻ. പിന്നെ എന്താണ്? മൈക്രോവേവ് അല്ലെ. ഹൈ ഫ്രീക്വൻസി വേവ്സ് യൂസ് ചെയ്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്പോസൽ മെത്തേഡ് ഏതാണ്? മൈക്രോവേവ് ഇറേഡിയേഷൻ. പിന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ പഠിച്ചല്ലോ നമ്മ. അതേത് മെത്തേഡാണ്? ഓട്ടോക്ലേവിംഗ്. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചോദ്യം തന്നെ എന്താണെന്നുള്ളത്. ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ നമുക്ക് അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്നത് പറഞ്ഞിരുന്നല്ലോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എടുത്തപ്പോ അതിൽ പറഞ്ഞിരുന്നല്ലോ. ഓർമ്മയുണ്ടായിരിക്കെങ്കിലും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണെന്ന്? എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്? അക്വയർഡ് എന്ന് ആർജിക്കുക, അതായത് നമുക്ക് ലഭിക്കുന്ന. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ആർജിക്കുന്ന അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ചാപ്റ്റർ നമ്പർ 25. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് അല്ലെ. എന്താണ്? നമ്മൾ ചിലപ്പോ എന്താണ് വല്ല കാലുവേദനയായിട്ടോ പല്ലുവേദനയായിട്ടോ എന്താണ് നമ്മ ഒരു ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ എന്താണ് ഹാർട്ട് വീട്ടിലും അല്ലെങ്കിൽ ചെവി വേദനയായിട്ടത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ലഭിക്കുകയും അതിനെ പറയുന്നതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. എങ്ങനെ എന്തൊക്കെ അസുഖങ്ങൾ വരാം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ലഭിച്ച്? നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? ഫീവർ വരില്ലേ? ഫീവർ വരും. പിന്നെ വേറെന്താണ്? വേറെ എന്തൊക്കെ അസുഖങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുക? ഇൻഫെക്ഷൻസ്. എന്ത് തരം അസുഖങ്ങളാണ് ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക്? വോമിറ്റിംഗ് വരും അല്ലെ. ന്യൂമോണിയ വരും, വോമിറ്റിംഗ് വരും, വോമിറ്റിംഗ് ടെൻഡൻസിന്, കോൾഡ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? പിന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ വരാം നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയിട്ട്? ഫംഗൽ അലർജിയാണ്. സ്കിന്നിന് എന്തെങ്കിലും അലർജീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് വരാം. യൂറിനറി ഇൻഫെക്ഷൻസ് വരാം അല്ലേ. ഒന്നൂടെ എന്താണ്? ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ് എന്താണ്? വീട്ടിലെ ടോയ്ലറ്റ് പോലെ നമ്മൾ മാത്രം യൂസ് ചെയ്യുന്നതാണോ? അല്ല അല്ലെ. ഒരുപാട് ആളുകൾ അല്ലെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെ.
എന്താണ് നമുക്ക് അവിടുന്ന് ഇൻഫെക്ഷൻസ് യൂറിനൽ ഇൻഫെക്ഷൻസ് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. എന്താണ് യൂറിനൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നത്? ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടാം? എങ്ങനെയൊക്കെ ലഭിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻസ്? ഇതൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ മീൻസ് അത് ഒരാൾക്ക് യൂസ് ചെയ്ത സാധനങ്ങള് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് സിറിഞ്ചസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴേക്കാം. പിന്നെ എന്താണ് ബ്ലഡിൽ കൂടെ പകരാം അല്ലെ. ഓക്കെ. പിന്നെ പൊതുവായി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എയറിന് വായുവിൽ കൂടി നമുക്ക് പകരാം. സർജറീസില് സർജറിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏൽക്കാം. പിന്നെന്താണ് പൊതുവായി നമുക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നത്? ഇൻഫെക്ഷൻ ബാധയുള്ള ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിക്കൂടെ? ഒരു രോഗിയിൽ നിന്ന് നമുക്ക് ലഭിച്ചൂടെ? അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചൂടെ? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ നൽകുന്ന സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ഏൽക്കാം അല്ലെ. പിന്നെന്താണ് ഇൻഫെക്ഷൻസ് കണ്ടാമിനേറ്റഡ് ആയ എക്യുപ്മെന്റ്സിലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ഏൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ. അതൊക്കെ തന്നെയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ചാപ്റ്റർ 9 ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇടയിൽ 25 ആണ് കിടക്കുന്നത് കേട്ടാ. ഇൻട്രൊഡക്ഷൻ. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഇത് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാണ്ട. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. The word nosocomial is derived from the Latin word nosocomial, which means hospital. എന്താണ് ഈ നോസോകോമിയൽ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്? ഒരു ലാറ്റിൻ വേർഡായ നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. അതിന്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റൽ. അപ്പൊ നോക്കിയേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലേ. ക്ലിയർ ആയോ? ലാറ്റിൻ വേർഡായ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ്. Is an infection that is acquired in hospital or other healthcare facilities. It is also called healthcare associated infections. ഇതെന്താണ്? നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം ലഭിക്കുള്ളൂ ഈ ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ല അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ. നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ആരോഗ്യ സംരക്ഷണം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻഫെക്ഷൻസ് ഏൽക്കാം അല്ലെ. ഏതൊക്കെയാണ് അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഏതൊക്കെയാണ് ഫെസിലിറ്റീസ്? ഏതൊക്കെയാണ് അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്? ക്ലിനിക്കൽ ഉണ്ട് അല്ലെ. ക്ലിനിക്സുകൾ ഉണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സുകൾ, ലാബുകൾ ഉണ്ട് അല്ലെ. പിന്നെ ഫാർമസി ഉണ്ട്. അതുകൂടാണ്ട് എന്താണ്? നമ്മൾ കുറച്ചൊക്കെ പഠിച്ചില്ലേ ഫാർമസി. പിന്നെ എന്താണ്? ലാബുകള്. പിന്നെ എന്താ? നഴ്സിംഗ് ഹോമുകൾ ഉണ്ട് അല്ലെ. നഴ്സിംഗ് ഹോമുകളില്ലേ, അവിടെ നിന്ന് ലഭിക്കാം. പിന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ. എന്താ? ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് കിട്ടാം. പിന്നെ റീഹാബിലിറ്റേഷൻ എന്താണ്? ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാം അല്ലെ. അപ്പൊ എന്താണ്? It is an infection that is acquired in a hospital or other healthcare facilities. എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, ഡയാലിസിസ് സെന്റേഴ്സിൽ നിന്ന് കിട്ടാം,
എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഹെൽത്ത് കെയേഴ്സ് എന്താണ് ആരോഗ്യ സംരക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണം നൽകുന്ന എല്ലായിടത്തു നിന്നും എന്താണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ലഭിക്കാം. അതുകൊണ്ട് ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ? എന്താ ഹെൽത്ത് കെയർ തരുന്നവർക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്ന എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് എന്താണ് ഈ ഇൻഫെക്ഷൻസ് എടുക്കാം. അതുകൊണ്ട് ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ 3 പേര് നമ്മൾ പഠിച്ചില്ല. എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. ക്ലിയർ ആയോ? Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories, or other clinical settings. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഹോസ്പിറ്റൽസിൽ നിന്ന്, പിന്നെന്താ ക്ലിനിക്കുകൾ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന പുനരധിവാസ ക്യാമ്പ് സെന്റേഴ്സിൽ നിന്ന്, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന്, പിന്നെന്താണ് ക്ലിനിക് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്ന്, പിന്നെ ലാബുകളിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കാം. Infection is spread to the affected the patients in the clinical settings by many means. എന്താണ് നമുക്ക് ആ ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? പല രീതിയിൽ അല്ലെ നമ്മൾ പറഞ്ഞു, പല രീതിയിൽ ആ ഇൻഫെക്ഷൻസ് ആളുകളിലേക്ക് പടരാം, സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻസ്. എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകള് നമുക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്ന സ്റ്റാഫുകൾ എന്താണ് ആ ഇൻഫെക്ഷൻസ് പകർത്താല്. ഇപ്പൊ എന്താണ് ഡോക്ടർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടല്ലേ, അല്ലെങ്കിൽ എന്താണ് നഴ്സുമാർക്ക്, അല്ലെങ്കിൽ ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അല്ലെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പകരാം അല്ലേ, നമുക്ക് വരില്ലേ, ഇൻഫെക്ഷൻ ആയിട്ടില്ലേ? അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ സ്റ്റാഫ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് ഞാൻ പറഞ്ഞു അല്ലെ, എന്താണ് എക്യുപ്മെന്റുകൾക്ക് എന്തെങ്കിലും എന്താണ് കണ്ടാമിനേഷൻ മലിനമായിട്ട് അതെന്താണ് ഇൻഫെക്ഷൻസ് ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ട്രിപ്പ് ഇടുന്ന ആ ട്രിപ്പിന്റെ ആയുധങ്ങൾ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്താണ് നമ്മള് മോണിറ്റർ ചെയ്യുന്ന അല്ലെ, നമുക്ക് പൾസ് മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷൻസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ടാമത് ചെക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ എന്താ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സുകളിൽ നിന്ന്. പിന്നെ അനദർ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് എന്താണ് കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് ബെഡ് ലിനൻസില്, എന്താണ് ബെഡിലോ അതല്ലെങ്കിൽ എന്താണ് ലിനൻസില് ബെഡ്ഷീറ്റിലോ പില്ലോ കവേഴ്സിലോ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ബാധ ഏറ്റ് ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്നും നമുക്ക് എന്താ ഇൻഫെക്ഷൻ ഏൽക്കാം. പിന്നെ AU ഡ്രോപ്ലെറ്റ്സ്, AU അല്ല എയർ ആണ്, എയർ ഡ്രോപ്ലെറ്റ്സ് എന്താ വായുകണികകൾ, എന്താണ് വായുവിൽ കൂടിയില്ലേ നമ്മൾ പറയില്ലേ കുട്ടികളോട്, ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ എന്ത് പറയും, ചുമക്കുമ്പോൾ തുമ്മുമ്പോഴൊക്കെ എന്താണ് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ചുമക്കുക, തുമ്മുക എന്നൊക്കെ പറയില്ലേ. എന്തിനു വേണ്ടിയത്, എന്തിനു വേണ്ടിയത്? എന്തായിട്ടൊന്നും പറയാത്തെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യല്ലേ, നമ്മ പറയാറുണ്ട്, നമ്മുടെ മക്കളോട് ആണെങ്കിലും പറയാറുണ്ട് അല്ലെ, പകരാതിരിക്കാൻ, സ്പ്രെഡ് ആവാതിരിക്കാൻ. അപ്പൊ എന്താ അവര് തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമറ്റുമ്പോൾ എന്താണ് ആ വായുവിൽ കൂടി എന്താണ് അവരുടെ ആ ഇൻഫെക്ഷൻ എന്താണ് വായുവിൽ പടർന്നിട്ട് മറ്റുള്ളവർക്ക് അസുഖങ്ങൾ അല്ലെ, ചുമ ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മ അങ്ങനെ തുമ്മുമ്പോഴൊക്കെ എന്താണ് പൊത്തിപ്പിടിച്ച് തുമ്മാനൊക്കെ പറയുന്നത്. അപ്പൊ വായുവിൽ കൂടി നമുക്ക് പകരാം. എങ്ങനെയൊക്കെയാണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന്, പിന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് ആയ എക്യുപ്മെന്റുകളിൽ നിന്ന്, അതല്ലെങ്കിൽ വായുവിൽ കൂടി പകരാം. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവിയോൺമെന്റ്. എന്താണ് എൻവിയോൺമെന്റിന് പുറത്തു നിന്ന് നമുക്ക് ലഭിക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റഡ് ഫ്രം ദി എൻവിയോൺമെന്റ്, പുറമേയുള്ള പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കാം. പിന്നെ ബെഡ് ലിനൻസ്, എന്താണ് ബെഡിലെ
മിസ് പറഞ്ഞു ബെഡില് അല്ലെങ്കിൽ ലിനൻസ് എന്താണ് സോറി മാറിപ്പോയത്. ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദി ഔട്ട്സൈഡ് എൻവയോൺമെന്റ് എന്താണ് പുറമെ പരിസ്ഥിതിക്ക് പുറത്ത് നിന്ന് ലഭിക്കാം. Another infected patients എന്താണ് ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു രോഗിയിൽ നിന്ന് നമുക്ക് വരാം. ഇപ്പൊ നമുക്ക് വൈറൽ ഫീവർ നമ്മ പറയാറുണ്ട് അല്ലെ, വീട്ടിലൊരാൾക്ക് വന്നാൽ മതി എന്താണ് വീട്ടിലുള്ള എല്ലാവർക്കും അത് വന്നതിന് ശേഷം മാത്രമേ പോവുള്ളൂ എന്ന് പറയാറുണ്ടോ? വൈറൽ ഫീവർ ഒരാൾക്ക് വന്നാൽ മതി അല്ലെ, വീട്ടിൽ ഒരു കൊച്ചിന് വന്നാൽ മതി, സ്കൂളിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വട്ടെട്ടിച്ചിട്ട് അത് വീട്ടിൽ നിന്ന് പോകുള്ളൂ അല്ലെ. എന്താ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് നമുക്ക് വരാം. സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ് എന്താണ് സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ നൽകുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫുകളിൽ നിന്നല്ല നമുക്ക് ലഭിക്കാം. or in some cases the source of the infection cannot be ascertained എന്താണ് ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാൻ പറ്റില്ല, തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മ എന്താണ് ഒരു മാരേജ് ഫംഗ്ഷന് പോയി, ഒരു കല്യാണത്തിന് പോയി, ഭയങ്കര വലിയ പരിപാടിയായിരുന്നു. വന്നതിന് ശേഷം നമുക്ക് എന്താണ് ഫീവറോ അല്ലെങ്കിൽ കോൾഡോ എന്തെങ്കിലും അസുഖം വന്നു നമുക്ക് പറയാൻ പറ്റുമോ ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ ബാധയേറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതേപോലെ ചില കേസുകളിൽ എന്താണ് എവിടെ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ ബാധയേറ്റെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് നിപ്പ വൈറസ്, പിന്നെ കൊറോണയുടെ ഫസ്റ്റ് ടൈമിലൊക്കെ എന്താണ് റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കി ആരൊക്കെമായി സമ്പർക്കമുണ്ട് അവരൊക്കെ കണ്ടുപിടിച്ചിങ്ങാണ്ട് ടെസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഓർമ്മയുണ്ടോ? അതെന്താണ് അവരുമായി സമ്പർക്കത്തിലുള്ളവരെ എന്താണ് ടെസ്റ്റ് ചെയ്ത് രോഗസ്ഥിതി ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. എന്താണ് ചില കേസുകളിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ ബാധയേറ്റത്. ചില കേസിൽ എന്താണ് നമുക്കത് തിട്ടപ്പെടുത്താൻ പറ്റില്ല, എവിടെ നിന്നാണ് വന്നതെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. Next, in certain cases, the microorganisms emerges from the patient's own skin, becoming opportunistic after surgery. എന്താണ് ചില കേസുകളിൽ certain കേസുകളിൽ എന്താണ് നമ്മുടെ ഓൺ സ്കിന്നിൽ തന്നെയുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഓപ്പർച്യൂണിസ്റ്റിക്സ് ആവും. ഓപ്പർച്യൂണിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പർച്യൂണിറ്റി അവസരം അല്ലേ. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവസരം. അപ്പൊ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാല് അവസരവാദി. ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലാണ് അല്ലെ നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. ആണോ? നമുക്കിപ്പോ ഡാൻസ് ചെയ്യാനൊരു കഴിവുണ്ട്, പക്ഷെ എന്താണ് അതിനൊരു അവസരം കിട്ടണം അല്ലെ. അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലാണ് നമുക്ക് നമ്മുടെ കഴിവുകള് തെളിയിക്കാൻ പറ്റുള്ളൂ. ആണോ? ആണ്. അപ്പൊ അതേപോലെ നമ്മുടെ സ്വന്തം സ്കിന്നിൽ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അത് ചില കേസിൽ അതൊരു അവസരവാദിയാവണം. എന്താണ് അതിന് കഴിവ് തെളിയിക്കാൻ, ഇൻഫെക്ഷൻ ആക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കാനുള്ള അവസരം കിട്ടുമ്പോ അതെന്താണ് അത് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് വരുത്തും. ക്ലിയർ ആയോ? എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ എന്തായിരിക്കും? ഭയങ്കര വീക്ക് ആയിരിക്കും അല്ലെ. നമ്മുടെ ബോഡി എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് അവർക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടിയേക്കാണ് അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട്. അവര് ഇൻഫെക്ഷൻസ് ബാധ ഉണ്ടാക്കും എന്നുള്ള കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ക്ലിയർ ആയോ അത്? In certain cases, the microorganisms emerges from the patient's own skin, becoming opportunistic after surgery. എന്തെങ്കിലും സർജറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്ഷൻ എന്ത് ചെയ്യും? അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ തന്നെ അതിനൊരു കാരണമാക്കുന്നു, അവസരവാദിയാവുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, nosocomial infections
shows the tendency to lack proof that it was present when the patient got into the healthcare settings, thus meaning it was occurred post admission. എന്താണ് ചില കേസുകളിൽ എന്താണ് ചില സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും, എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ സിംറ്റംസും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് പുറമേക്ക് പ്രകടമാകുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയാ അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചാണ്, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് അസുഖങ്ങൾ വന്നെന്ന് പറയും അല്ലെ. അപ്പൊ അതെന്താ, നമുക്കത് തെളിയിക്കാൻ പറ്റില്ല, ലാക്ക് ടു പ്രൂഫ് ആണ്, നമുക്ക് അതിനൊന്നും തെളിയിക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫും ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ചില കേസുകളിൽ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, എന്താണ് ഇൻഫെക്ഷൻസ് നമുക്ക് തന്നെ ഉണ്ടായിരിക്കാം, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമൊക്കെ ആയിരിക്കും അതിന്റെ സിംറ്റംസ്, അതിന്റെ അടയാളങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും, അത് ഈ ഹോസ്പിറ്റലിൽ ലഭിച്ചു തന്നെയാണ്, നമ്മൾ അതെന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. നോസോകോമിയൽ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡായ നോസോകോമിയൽ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ്. ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഫെസിലിറ്റീസിൽ നിന്ന് നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാം. അതുകൊണ്ട് ഇതിന് പറയുന്ന മറ്റു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. എന്താണ് ഇത് ലഭിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന്, നഴ്സിംഗ് ഹോമിൽ നിന്ന്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നു. പിന്നെ എവിടെ നിന്നാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്? എവിടെ നിന്നൊക്കെയാണ്? സ്റ്റാഫ്, എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന്, പിന്നെ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അനദർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന്, പിന്നെ എന്താണ് വായുവിൽ കൂടി, അതല്ലെങ്കിൽ എന്താണ് ബെഡിൽ ലിനൻസ്, എന്താണ് ബെഡ്ഷീറ്റുകളോ പില്ലോ കവേഴ്സോ, ബെഡിൽ എന്താണ് എന്തെങ്കിലും ഫ്ലൂയിഡ്സ് മലിനമായ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഏൽക്കാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇൻഫെക്ഷൻ വന്നത് എവിടെ നിന്നാണെന്ന് പറയാൻ ചില സമയത്ത് പറയാൻ പറ്റില്ല. പിന്നെന്താണ് ചില സമയത്ത് എന്താണ് നമ്മുടെ ഓൺ ബോഡിയിൽ തന്നെ, അല്ലെ നമ്മുടെ ഓൺ സ്കിന്നിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ് ഒരു അവസരം കിട്ടാനായിട്ട് കാത്തിരുന്ന് എന്താണ് എന്തെങ്കിലും സർജറി കഴിയുമ്പോൾ എന്താണ് അവര് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നാലും എന്താണ് ഹോസ്പിറ്റൽ ചെന്നതിനല്ലേ ഒരു അഡ്മിറ്റ് ആയതിനു ശേഷമൊക്കെ ഇരിക്കുന്ന അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും സിംറ്റംസ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ എന്തെങ്കിലും സിംറ്റംസ് കാണുന്നത്. അപ്പൊ എന്താ നമുക്കത് തെളിയിക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ ആണെന്ന് എന്താണ് ലാക്ക് ഓഫ് പ്രൂഫ് ആയിരിക്കില്ല, നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ആ ഇൻട്രൊഡക്ഷൻ. ക്ലിയർ ആയോ? അത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റു പേരുകൾ, എവിടെ നിന്നൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്നതെന്ന്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ലഭിക്കുന്നത് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. What are the next heading? What are the symptoms of nosocomial infections? Nosocomial infections നുള്ള സിംറ്റംസ് അല്ലെ, അടയാളങ്ങൾ എന്താണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമുക്ക് 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ എന്തൊക്കെയാണ്? HAI എന്ന് പറഞ്ഞാല് ഉണ്ട് ഇംഗ്ലീഷ് മാം ഉണ്ട്. HAI എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ് HA എന്ന് പറയുന്നത്, ഷോർട്ട് ആക്കി പറയുന്നതാണ് കേട്ടോ. For HAI the infection must arise. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ അണുബാധയേറ്റ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്?
up to 48 hours after hospital admission എന്താണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി എത്ര ദിവസമായി 42 ദിവസം അല്ലെ അപ്പൊ എന്താണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ ലഭിച്ച് 2 ദിവസത്തിൽ അല്ലെ ഇൻഫെക്ഷൻ ലഭിച്ച് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് അതിന്റെ സിംറ്റംസ് അല്ലെ അതിന്റെ അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും നെക്സ്റ്റ് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തി 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കും ഇനി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വെൻ someone was admitted for reason except for the infection എന്താണ് ഒരു ആളെ അണുബാധയില്ലാത്ത കാരണം കൊണ്ട് അഡ്മിറ്റ് ആക്കി അതിനുശേഷം എന്താണ് അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഇവർക്ക് എന്താ ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് അതാണ് എന്താണ് ഇപ്പൊ എന്തെങ്കിലും ചെവി വേദനയോ അല്ലെങ്കിൽ പല്ല് വേദന വേറെ എന്തെങ്കിലും അസുഖമായിട്ട് എന്താണ് ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അതിനുശേഷം അവർക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അടയാളങ്ങൾ കാണിക്കുക ക്ലിയർ ആയ 3 ആദ്യം എന്താണ് ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 2 ദിവസത്തിനുള്ളിൽ തന്നെ സിംറ്റംസ് കാണിക്കും പിന്നെന്താണ് ഡിസ്ചാർജ് ചെയ്തു പോയി 3 ദിവസത്തിനുള്ളിൽ അതല്ലെങ്കിൽ ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് എന്താണ് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അണുബാധയില്ലാത്ത എന്തെങ്കിലും എന്താണ് ഷുഗർ ഒക്കെ കൂടി കാണിട്ട് ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം എന്താണ് അയാൾക്ക് ഈ ഇൻഫെക്ഷൻസിന്റെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ എന്താണ് സിംറ്റംസ് കാണിക്കുക ക്ലിയർ ആയോ അത് ആ 3 പോയിന്റ് നെക്സ്റ്റ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAIS എന്താണ് സാധാരണയായി കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് മോസ്റ്റ് കോമൺലി ടൈപ്സ് ഓഫ് HAIS സാധാരണയായി നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഫസ്റ്റ് വൺ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് എന്താണ് യൂറിനറി സിസ്റ്റത്തിന് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളെ ഒരു സർജറിന് വിധേയമാക്കി എന്നിട്ട് ആ ഭാഗത്ത് എന്താണ് സർജറി ചെയ്തെന്ന ഭാഗത്ത് എന്തെങ്കിലും പഴുപ്പോ വ്രണങ്ങളോ അല്ലെങ്കിൽ എന്താണ് വേദനയൊക്കെ വരില്ലേ അപ്പൊ നമ്മ പറയില്ലേ എന്താണ് സർജറി കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷൻസ് വന്നാണെന്ന് ആഫ്റ്റർ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് എന്താണ് ഇൻഫെക്ഷൻസ് വരുന്നത് ക്ലിയർ ആയോ സർജിക്കൽ സൈറ്റ് എന്താണ് ആ ഭാഗത്ത് സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് സർജറി ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും എന്താണ് വ്രണങ്ങളോ അതല്ലെങ്കിൽ പഴുപ്പൊക്കെ വരില്ലേ കഴിഞ്ഞവർക്ക് ഇപ്പൊ നമ്മൾ എന്താണ് ഈ പ്രഗ്നൻസിയിൽ എന്താണ് സിസേറിയൻ ചെയ്യില്ലേ അപ്പൊ അവർക്കൊക്കെ ചിലവർക്ക് പറയാറുണ്ട് അല്ലെ ആ സർജറി കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് എന്താണ് പഴുപ്പ് വന്നിട്ടുണ്ടെന്ന് അങ്ങനെയുള്ളതൊക്കെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് നെക്സ്റ്റ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്താണ് ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് കുറെ ദിവസമായി പറയുന്നല്ലേ ഗ്യാസ്ട്രോ എന്താണ് സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടത് അല്ലെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് വരുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഇതിന്റെ നോട്ട് തരാട്ടാ മിസ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നെ നമ്മുടെ ഇതിന് പറയുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിന് പറയുന്ന മറ്റു പേരാണ് സ്റ്റൊമക് ഫ്ലൂ എന്ന് പറയുന്നത് സ്റ്റൊമക് ഫ്ലൂ എന്താണ് ആമാശയത്തിന് അതല്ലെങ്കിൽ കുടലിനൊക്കെ വീക്കം സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ സംഭവിക്കുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ് എന്തുമായി ബന്ധപ്പെട്ടതാ മെനിഞ്ചസ് കേട്ടിട്ടുണ്ടോ മെനിഞ്ചസ് കേട്ടിട്ടില്ല നമ്മ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു ചെറിയ ഒരു 9th-10th പഠിച്ചിട്ടുണ്ടോ ഹെഡിൽ എന്താണ് നമ്മുടെ സ്പൈനൽ കോഡിന് അല്ലെങ്കിൽ ബ്രെയിനിനെ ആവരണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിങ്ങിന് പറയുന്നതാണ് മെനിഞ്ചസ് ഈ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ ഏൽക്കുന്നതാണ് മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആയോ ബ്രെയിനിന്
സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ആവരണം ചെയ്യുന്ന ഒരു കവറിംഗ് ആണ്. അതാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ക്ലിയർ ആയോ? മെനിഞ്ചൈറ്റിസ് ബ്രെയിനിന് അല്ലെങ്കിൽ എന്താണ് സ്പൈനൽ കോഡിന് ഇൻഫെക്ഷൻസ് വരുന്നത്. ക്ലിയർ ആയോ? നിമോണിയ നമ്മൾ കേട്ടിട്ടില്ലേ? നിമോണിയ പനി. എന്തിലാണ് ഈ നിമോണിയ വരുന്നത്? ഫീവർ. എവിടെയാണ്? ലങ്സിലാണ് അല്ലേ? ലങ്സിലാണോ? ലങ്സിൽ ഇൻഫെക്ഷൻസ് ഏൽക്കുമ്പോഴാണ്, പനി കൂടി ലങ്സിൽ ഇൻഫെക്ഷൻ ഏൽക്കുമ്പോഴാണ് നമ്മൾ എന്തായി പറയുന്നത്? നിമോണിയ ആയി മാറി എന്ന് പറയുന്നത് അല്ലെ? എന്താണ്? ലങ്സിന് ഇൻഫെക്ഷൻ ഏൽക്കുന്നതാണ് നിമോണിയ. ഫസ്റ്റ് എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. എന്താണ്? യൂറിനറി സിസ്റ്റത്തിന്, എന്താണ്, കിഡ്നിക്ക് അല്ലെങ്കിൽ ബ്ലാഡറിനൊക്കെ ഇൻഫെക്ഷൻ ഏൽക്കുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താണ്? സർജറിക്ക് ശേഷം, സർജറി ചെയ്ത ഭാഗത്ത്, എവിടെയാണോ, വയറിനാണോ കാലിന് എവിടെയാണോ സർജറി ചെയ്തത് ആ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. എന്താണ്? പഴുക്കുക, സ്റ്റിച്ച് പഴുക്കുന്നൊക്കെ പറയില്ലേ സർജറി ചെയ്ത ഭാഗത്ത്. അങ്ങനെയുള്ള സർജറി ചെയ്ത ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആമാശയത്തിന് അതല്ലെങ്കിൽ കുടലിനൊക്കെ വീക്കം സംഭവിക്കുക, അതാണ് ഇൻഫെക്ഷൻസ് ഏൽക്കുക, അതാണ് സ്റ്റൊമക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിന് പറയുന്ന മറ്റു പേരാണ് സ്റ്റൊമക് ഫ്ലൂ. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ്. എന്താണ്? നമുക്ക് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു കവറിങ്, ഒരു ലെയർ ആണ് എന്ത്? മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ ഏൽക്കുന്നതാണ് മെനിഞ്ചൈറ്റിസ്. നെക്സ്റ്റ് നിമോണിയ. ലങ്സിന് ഇൻഫെക്ഷൻ ഏൽക്കുന്നാണ്ട് എന്താണ്? പനി വരുന്നത്. ക്ലിയർ ആയോ? ഇതിന്റെ നോട്ട്സ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ, ഈ 5 എണ്ണത്തിന്റെ നോട്ട്. ഇത് ക്ലിയർ ആയോ? ഇപ്പൊ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിന്റെ നോട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഇതിന്റെ ഇടയിൽ ആരോ ഇംഗ്ലീഷ് മിസ്സിലെന്ന് വെക്കണ്ട ഇംഗ്ലീഷ് ക്ലാസ് ബോറടിച്ചാ മിസ്സിന്റെ ക്ലാസ്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടാ. ഇന്നത്തെ ക്ലാസ് ഭയങ്കര പ്രിയം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.